ഹായ് ഓൾ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. നമ്മളെ NSC JS എക്സാമിന് കുറഞ്ഞ ദിവസങ്ങളാണ് മുമ്പിലുള്ളത്. നല്ല പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എല്ലാ സബ്ജക്റ്റിലും ഉണ്ടായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓരോ സബ്ജക്റ്റിലും ഡിഫറെൻറ്റ് ടോപ്പിക്സിലുള്ള ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ എക്സാം വൈയുടെ ചാനലിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ഒരു എക്സാം എഴുതുന്ന നമ്മുടെ മുഴുവൻ ഫ്രണ്ട്സിനും എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് എക്സൽ ചെയ്യാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ചാനൽ എന്നുള്ളത്. അതിൽ വന്നിട്ടുള്ള ഇത്തരം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ എവിടെയും കിട്ടാത്ത ഇത്തരത്തിലുള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എക്സാമിനെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾക്കായിരിക്കും എന്ത് ചെയ്യുക, അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ആവുക. സോ പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. ഓക്കെ, ശരി, നമുക്ക് ഇന്നത്തെ നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കിലെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് കെമിക്കൽ റിയാക്ഷൻ. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ മൈൻഡിലേക്ക് വരുന്ന ഒരു പോയിന്റ് ആണ് കെമിക്കൽ റിയാക്ഷൻസ് എന്നുള്ളത്. റിയാക്റ്റൻറ്റുകൾ പ്രോഡക്റ്റ് ആകുന്നതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസും അതേപോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളും അതേപോലെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഒരുപാട് റിയാക്ഷനുകൾ പല ചാപ്റ്ററിലും പല ഏരിയയിലും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അത്തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ചുള്ള ഒരു പോയിന്റ്സ് ആണ് അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുക, അതിൻ്റെ ആൻസർ, ഇതൊരു എക്സാം ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഇതിൻ്റെ ആൻസർ എനിക്ക് അറിയുമെന്ന് സെൽഫ് ചെക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ കറക്റ്റ് ആണെന്നുള്ളത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. റെഡി? സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് വിച്ച് വൺ ഹാസ് ദ സെയിം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ ഓൾ ഓഫ് ഇറ്റ്സ് കോമ്പൗണ്ട്. ഏതൊരു കോമ്പൗണ്ട് എടുത്താലും അയാളുടെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്യൂല, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എങ്കിൽ അതാരാണ്? ഹൈഡ്രജൻ, ഫ്ലൂറിൻ, കാർബൺ, ഓക്സിജൻ. യെസ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളെ കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിലാണ് ആൻസർ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഏതായിരിക്കും മക്കൾ ആൻസർ ആയിട്ട് വരിക? ആൻസർ ഫ്ലൂറിൻ ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, ഫ്ലൂറിൻ. കാരണം എന്താ, ഫ്ലൂറിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 3.98 ആണ്, ഹൈലി ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ നമുക്കറിയാം എപ്പോഴും എത്ര കാണിക്കുള്ളൂ? -1 കാണിക്കുള്ളൂ അല്ലേ? ഫ്ലൂറിൻ എപ്പോഴും -1 ആണ്. പ്രത്യേകിച്ച് ഹാലജൻസ് ഒക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഒക്കെ, അതൊക്കെ ഫിക്സ്ഡ് ആയിരിക്കും ഉണ്ടാവുക. മിക്കവാറും കേസിൽ -1 ആണ്. ഫ്ലൂറിൻ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഈ പറഞ്ഞ -2 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാർജോ വരാറില്ല. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമ്മൾ പറയുന്ന ഹൈഡ്രജൻ, ചില കേസിൽ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ കാർബൺ, ഓക്സിജൻ, ഇതൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ ഹൈഡ്രജൻ പറയുകയാണെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ നോർമൽ H2O എത്ര വരിക? +1 ആണ് വരുന്നുണ്ടാവുക അല്ലേ? എന്നാൽ ഈ പറഞ്ഞ സോഡിയത്തിൻ്റെ ഹൈഡ്രൈഡ് അല്ലെ, ഹൈഡ്രൈഡ് സ്റ്റേറ്റിലാകുമ്പോൾ സോഡിയം +1ഉം ഹൈഡ്രജൻ -1 ആണ്. കാരണം ഇവിടെയൊക്കെ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ നോക്കുന്നത്? അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ബേസിലാണ് നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഹൈഡ്രൈഡ് ആകുമ്പോൾ നെഗറ്റീവ് ചാർജ് ഹൈഡ്രജൻ വരുന്നുണ്ട്. കാർബൺ ഇതേപോലെയാണ്. CO2 കാർബണിൻ്റെ ചാർജ് +4 ആണ്. അറ്റ് ദ സെയിം ടൈം CO കാർബണിൻ്റെ ചാർജ് എന്തായിരിക്കും? +2 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അതേപോലെ തന്നെയാണ് ഓക്സിജൻ. ഹൈഡ്രജൻ H2O നോർമൽ കേസിൽ നമുക്കറിയാം -2 ആണ് ഉണ്ടാവുക. എന്നാൽ ഹൈഡ്രജൻ പെറോക്സൈഡിൽ -1 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള ചില കേസുകൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട്. റെഡി? ഓക്കെ, സോ ആൻസർ ഇസ് ബി ആണ് വരിക. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഇൻ ഹൈഡ്രജൻ പെറോക്സൈഡ്. യെസ്. അപ്പോൾ നമ്മൾ തൊട്ടും പിന്നെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. എന്തായിരിക്കും ആൻസർ വന്നിട്ടുണ്ടാവുക അല്ലേ? ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. സാധാരണഗതിയിൽ 2 ഓക്സിജനുകൾ HOOH ഇങ്ങനെ ഹൈഡ്രജൻ പെറോക്സൈഡ് വരിക. 2 ഓക്സിജൻ ഒരുമിച്ച് വരുമ്പോഴാണ് എന്ത് ചെയ്യുക? പെറോക്സൈഡ് എന്ന് നമ്മൾ പൊതുവെ വരാറുള്ളത്. ഓക്കെ, സോ H2O2 ആണെന്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ടുള്ളത്. അതേപോലെ പല ആളുകൾക്കും ബേരിയം പെറോക്സൈഡ് ഉണ്ട്, സോഡിയം പെറോക്സൈഡ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പല പെറോക്സൈഡുകളുണ്ട്. അവിടെ ഏറ്റവും നമ്മൾ കെമിസ്ട്രി ലാബുകളിലും അതോടൊപ്പം തന്നെ എക്സാമിലൊക്കെ ഏറ്റവും വന്നത് H2O2 ആണ്. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നോർമൽ കേസിലാണ് എന്ത് ചെയ്യുക, ഓക്സിജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ +1 കാണിക്കുക. ഓക്കെ, അതേപോലെ ഓക്സിജൻ -2 കാണിക്കുക. അറ്റ് ദ സെയിം ടൈം ഹൈഡ്രജൻ പെറോക്സൈഡ് ആണെങ്കിൽ ഹൈഡ്രജൻ +1 തന്നെയാണ്, ഓക്സിജൻ -1 ആയിരിക്കും നമ്മൾ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടാവുക. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റിയാക്ഷൻ H2S plus hydrogen peroxide gives sulfur and water manifest
Oxidizing nature of H2O2, reducing nature of H2O2, alkaline nature of H2O2, acidic nature of H2O2. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താ സംഭവിക്കുന്നുണ്ടാവുക. ഈ പറഞ്ഞ H2S എന്തായി മാറി, സൾഫർ ആയി മാറിയിട്ടുണ്ട് അല്ലെ. H2Sൽ ഹൈഡ്രജൻ +1 ആണ് മക്കളെ, സൾഫർ -2 ആണ് വരിക അല്ലെ. ഓക്സിജൻ സൾഫർ പോലെയുള്ള 16th ഗ്രൂപ്പ് എലമെന്റ് ഒക്കെ അല്ലെ, ഓക്സിജൻ ഫാമിലി പെട്ട ആൾക്കാർക്കൊക്കെ പൊതുവെ -2 ഉണ്ടാവുക. അപ്പൊ സൾഫർ -2 ആണ്, ബയോട്ടേണ്ട ആവശ്യമില്ല. ഓക്സിജന്റെ നേരെ താഴെയാണ് സൾഫർ വരിക. പീരിയോഡിക് ടേബിളിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ആ സൾഫർ ഫ്രീ സ്റ്റേറ്റിൽ നമുക്കറിയാം 0 ആയി. -2 ഉള്ള ആൾ 0 ആയി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്തോടാ, ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ആ പ്രോസസ്സിനെ വിളിച്ച പേരാണ് എന്ത്, ഓക്സിഡേഷൻ. ഓക്കെ, സോ ഇവിടെ ഇയാൾക്കാണ് അല്ലെങ്കിൽ സൾഫറിനാണ് ഓക്സിഡേഷൻ നടന്നത്. അതിനെ ഹെൽപ്പ് ചെയ്താണ് നമ്മൾ വിളിച്ച പേരെന്തായിരുന്നു മക്കളെ, ഓക്സിഡേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ആ പിന്നെ കോമ്പൗണ്ടിനെ നമ്മൾ വിളിച്ച പേരെന്താ, അതായിരുന്നു ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ആര്, ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ മൊത്തം ഹൈഡ്രജൻ പെറോക്സൈഡിനെ കുറിച്ചായതുകൊണ്ട് ആൻസർ ഏതായിട്ട് വരും, ഓക്സിഡൈസിങ് ഏജന്റ് ഓഫ് ഓക്സിഡൈസിങ് നേച്ചർ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. കാരണം ആ കേസിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇഫ് an element is in its lowest oxidation state under proper condition it can act as. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഒരാള് അയാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് എങ്കിൽ അയാൾ എന്തായിട്ടായിട്ടും ആക്ട് ചെയ്തിട്ടുണ്ടാവുക, റെഡ്യൂസിങ് ഏജന്റ്, ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സിഡൈസിങ് ആസ് വെൽ ആസ് റെഡ്യൂസിങ്, നെയ്തർ ഓക്സിഡൈസിങ് നോർ റെഡ്യൂസിങ് ഏജന്റ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്താ, റെഡ്യൂസിങ് ഏജന്റ് എന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കൊണ്ട് നമ്മൾ പറഞ്ഞത് വളരെ എളുപ്പമായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിന് വേണം എടുത്ത് നോക്കാം അല്ലെ, H2S SO2മായി ചേർന്നിട്ട് സൾഫറും വാട്ടറുമായിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കാൻ നിങ്ങൾ ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റും, നമ്മൾ പറഞ്ഞു സൾഫർ -2 ആണ്. ആ സൾഫർ ഇവിടുത്തെ ഇപ്പൊ എന്താ 0 ആയി. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഇയാള് എന്ത് ചെയ്തു, ഓക്സിഡേഷൻ സംഭവിച്ചിട്ടാണ് എന്തായി മാറിയത്, ഈ പറഞ്ഞ സൾഫർ ആറ്റമായിട്ട് അവിടെ മാറിയിട്ടുണ്ടാവുക. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നോക്കിക്കേ, ഈ സൾഫർ -2 എന്ന് പറയുന്നത് അയാളുടെ ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് അല്ലെ, -3. അതിൽ താഴ്ച ആവുമോ, അഥവാ ഇയാൾ ഇനി ഇലക്ട്രോണിനെ എന്ത് ചെയ്യൂല, അക്സെപ്റ്റ് ചെയ്യോ, S-3 വരുമോ, S-4 വരുമോ, അങ്ങനത്തെ ഒരു കേസില്ല. -2 ആണ് ഏറ്റവും ലോവസ്റ്റ്. ഓക്കെ, വേണം എന്ത് ചെയ്യാം, ആ -2 ഉള്ളത് 0 ആകാം അല്ലെ. അങ്ങനെയുള്ള പോസിറ്റീവായിട്ട് മാറുക എന്നല്ലാതെ ഒരിക്കലും ഇനി ഇലക്ട്രോണിനെ എന്ത് ചെയ്യൂല, അക്സെപ്റ്റ് ചെയ്യൂല. ഓക്കെ, അപ്പൊ ഇയാൾക്ക് ഓക്സിഡേഷൻ ആണ് സംഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഓക്സിഡേഷൻ സംഭവിച്ച ഈ ആള് എന്തായിരിക്കും, അയാൾ ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. എടാ, ഇതാൾക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത് അല്ലെ, സൾഫർ -2 എന്തായി, ഈ പറഞ്ഞ സൾഫർ 0 ആയിട്ട് മാറി. ഓക്കെ, അതാണ് ഓക്സിഡേഷൻ. ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്, SO2 ആണ്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഇയാൾക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും അല്ലെ, ഇയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ ഇയാൾ ആരായിരിക്കും, റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. എന്തേ പറയാൻ കാരണം, ഈ പറഞ്ഞ SO2 എന്തായിട്ടുണ്ട്, H2O ആയി അവിടെ എന്ത് ചെയ്തു, മാറിയിട്ടുണ്ട്. ഓക്കെ, സോ ഈ കേസിൽ ഇവിടെയാണ് എന്ത് ചെയ്തത്, റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ടാവുക. റിഡക്ഷനെ ഹെൽപ്പ് ചെയ്ത ആളാരായിരിക്കും, ഈ പറഞ്ഞ H2S ആയിരിക്കും അല്ലെ. സോ H2S എന്താണ്, അവിടെ ഈ പറഞ്ഞ റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പൊ കണ്ടോ, ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്നു, അയാൾക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, ഒരു റെഡ്യൂസിങ് ഏജന്റ് കൂടി ആയിരിക്കും ഉണ്ടാവുക. സോ ദ ആൻസർ ഏതായിരിക്കും വരിക, റെഡ്യൂസിങ് ഏജന്റ് എന്നുള്ള ഫസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുന്നത് അല്ലെ. നോക്കിക്കേ, ഈ കേസിൽ സൾഫർ നോക്കിക്കേ നിങ്ങൾ, H2Sന്റെ കേസിലാണ് -2 റെഡി. എന്നാൽ SO2ല് സൾഫറിന് എത്ര വരിക, SO2ല് ഇവിടെ ഓക്സിജൻ -2 ആണല്ലോ, അപ്പൊ സൾഫർ എത്ര ആവണേ പറ്റണം, +4 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, +4. ആ +4 ഉള്ള SO2 എന്ത് ചെയ്തു, ഈ പറഞ്ഞ കേസിൽ സ്വാഭാവികമായിട്ടും ഈ ഉണ്ടോ -2 ഉള്ള SO2 സൾഫർ എന്താണ്, ഇവിടെ +4 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ 0 ആകാം അല്ലെ, അല്ലെങ്കിൽ +4 ഒക്കെ ആകാം. ഇങ്ങനെയുള്ള
പോസിറ്റീവായി മാറുമ്പോൾ അയാളായിരിക്കും അവിടെ എന്തായിട്ട് മാറുക, ഈ പറഞ്ഞ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് മാറുക. അപ്പൊ ലോവസ്റ്റ് കേസിൽ ക്വസ്റ്റ്യൻ നോക്കി വയ്ക്കണം. ലോവസ്റ്റ് കേസിൽ അയാൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക, റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. Okay, here the question. The compound that can work both as an oxidizing as well as reducing agent. Oxidizing agent ആയിട്ടും ആക്ട് ചെയ്യും, reducing agent ആയിട്ടും ആക്ട് ചെയ്യും. അങ്ങനെയുള്ള കെമിക്കൽ ഇതിൽ ഏതാണ്? KMnO4, പൊട്ടാഷ്യം പെർ മാംഗനേറ്റ് ആണ്. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്, Fe2SO4 ത്രൈസ്, ഇതൊരാള് ഫെറസ് സൾഫേറ്റ് ആണ്. K2Cr2O7 പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ്. എല്ലാം കെമിസ്ട്രി ലാബിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആരാണ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ നമ്മൾ നോക്കിയാൽ, നമുക്ക് ചില എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് നോക്കിയാൽ എന്ത് മനസ്സിലാവും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഹൈഡ്രജൻ പെറോക്സൈഡിനാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഈ പറഞ്ഞവയിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. HOCl എന്ന് പറയുമ്പോൾ ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്. അയാൾ ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. നമുക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -1 ആണ്. എന്നിട്ട് നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് കിട്ടിയത്? H3O+ ഹൈഡ്രോണിയം അയോൺ കിട്ടും, Cl- കിട്ടും, ആൻഡ് ഓക്സിജനും കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, ഈ പറഞ്ഞ +1 എന്തായി മാറി? എന്തായി? -1 ആയി മാറി. +1 -1 ആയി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു മക്കളെ. ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. ഇയാൾക്കാണ് റിഡക്ഷൻ നടന്നത്, ക്ലോറിൻ ആണ് റിഡക്ഷൻ നടന്നത്. അതിനെ ഹെൽപ്പ് ചെയ്തത് ആരാ? നമ്മൾ പറഞ്ഞ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അപ്പോൾ റിഡക്ഷനെ ഹെൽപ്പ് ചെയ്താൽ നമുക്ക് എന്ത് വിളിക്കാം? റെഡ്യൂസിങ് ഏജന്റ് എന്ന് നമുക്ക് വിളിക്കാം. റെഡ്യൂസിങ് ഏജന്റ് ആണ് ഈ കേസിൽ. ഓക്കെ, എന്നാൽ ഇപ്പോഴത്തെ കേസ് നോക്കിക്കാൻ നിങ്ങൾ, PbS ലെഡ് സൾഫൈഡ് ആണ്. അയാൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ, ഇയാൾ ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ PbSO4 ലെഡ് സൾഫേറ്റ് കിട്ടി ആൻഡ് വാട്ടർ കിട്ടി. ഈ കേസിൽ നോക്കിക്കാൻ നിങ്ങൾ, ഇവിടെ സൾഫറിൻ്റെത് Pb+2 ആണ്, അപ്പൊ സൾഫർ -2 ആണ്. ഇവിടെയുള്ള സൾഫർ PbSO4 എടുത്തു കഴിഞ്ഞാൽ ആ PbSO4ൽ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ +6 ആണ്. ചെയ്ത് നോക്കിയാൽ മതി. അൺനോൺ ആയിട്ടുള്ള ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കാണാൻ അറിയാമല്ലോ. Pb+2, ഓക്സിജൻ -2 ആണ്. ടോട്ടൽ ആഡ് ചെയ്താൽ 0 കിട്ടണം. അത് ചെയ്ത് നോക്കുമ്പോൾ സൾഫറിൻ്റെ എത്ര കിട്ടും? നമുക്ക് +6 എന്ന് കിട്ടും. ഓക്കെ, Pb+2, സൾഫർ അറിയില്ല, 4 ഓക്സിജൻ, ഒരു ഓക്സിജൻ -2, 4 ഓക്സിജൻ -8, 0 വരും. ഓക്കെ, ഈ -2 അങ്ങോട്ട് പോകുന്നു, -8 അങ്ങോട്ട് പോകുന്നു. സോ x is equal to 8 -2 വരും, x will be equal to +6 വരും. അങ്ങനെയാണ് 6 കിട്ടിയത് കേട്ടോ. അൺനോൺ ആയിട്ടുള്ള ആളത് കാണാൻ അറിയണം. ശരി, അപ്പൊ -2 ഉള്ള ആൾ എന്തായിടാ? -2 ഉള്ള സൾഫർ +6 ആയി മാറി. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഓക്സിഡേഷൻ. ആ ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്ത ആൾ ആരാടാ മക്കളെ? ആരുള്ളത് കൊണ്ടാണ് ഓക്സിഡേഷൻ നടന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉള്ളത് കൊണ്ടാണ് ഓക്സിഡേഷൻ നടന്നത്. ആ സ്വാഭാവികമായിട്ടും ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്ത ആൾ നമ്മൾ വിളിച്ച പേരാണ് എന്ത്? ഓക്സിഡൈസിങ് ഏജന്റ് എന്നാണ് വിളിക്കുക. സോ ഇൻ ദിസ് കേസ് ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ആരാണ്? ഈ പറഞ്ഞ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ചോദ്യത്തിന്റെ ആൻസർ ആയി എന്ത്? ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ഹൈഡ്രജൻ പെറോക്സൈഡ് ആക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് വേറെ രസകരമായിട്ടുള്ള ഒരു പോയിന്റും ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമ്മൾ വെറുതെ വെച്ചാൽ തന്നെ എന്ത് സംഭവിക്കുന്ന അറിയോ? അയാൾ ഡിസോസിയേറ്റ് ചെയ്യും. ഡിസോസിയേറ്റ് ചെയ്ത് കണ്ട് H2O വാട്ടർ ഉണ്ടാകും ആൻഡ് ഓൾസോ ഓക്സിജൻ ഗ്യാസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഓക്സിജൻ -1 ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ ഇവിടുത്തെ ഓക്സിജനോ, വാട്ടറിന്റെ കേസിലെ ഓക്സിജൻ എത്ര? -2 ആണ്. ഇവിടെ ഓക്സിജൻ ഫ്രീ സ്റ്റേറ്റിലല്ലടാ, അപ്പൊ അവിടെ എത്രയാണ്? 0 ആണ്. നോക്കിക്കേ, ഈ -1 എന്തായി? 0 ആയി. -1 0 ആയി എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. സോ അവിടെ ഓക്സിഡേഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം -1 -2 ആയി. -1 -2 ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്തു. അതെന്താണ്? റിഡക്ഷൻ ആണ്. അപ്പൊ കണ്ടോ, ഒരു പ്രോസസ്സിൽ തന്നെ ഓക്സിഡേഷനും നടക്കും, റിഡക്ഷൻ നടക്കും. അങ്ങനത്തെ ഒരു എബിലിറ്റി കൂടി ആർക്കുണ്ട്? ഹൈഡ്രജൻ പെറോക്സൈഡിനുണ്ട്. അത് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓക്സിഡേഷനും റിഡക്ഷനും അറ്റ് ദ സെയിം ടൈം ഒരു റിയാക്ഷനിൽ ഒരാൾക്ക് നടക്കുന്നുവെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്നാണ് വിളിക്കുക.
ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡിസോസിയേഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അഡീഷൻ ആയിട്ട് കിട്ടുന്ന പോയിന്റ്സ് ആണ്, എഴുതി വെക്കണം ട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിഡോക്സ് ചേഞ്ച്? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആടാ. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് സ്വയം ആൻസർ ചെയ്തേ. ഇതിൽ ഏതാണ് റിഡോക്സ് അല്ലാത്തത് എന്നുള്ളത് ക്വസ്റ്റ്യൻ. നോട്ട് എ റിഡോക്സ് ചേഞ്ച് ആണ്. ഓക്കെ, അപ്പൊ റിഡോക്സ് ആണെന്ന് നമുക്കറിയാം. ഒന്നുകിൽ ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിലെ ചില ആളുകളെ എല്ലാവരുടെ ഓക്സിഡേഷൻ നമ്പർ എഴുതി വെക്കണ്ട, ചില ആറ്റത്തിന്റെ മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ നമുക്കറിയാം ഇവിടെ സൾഫർ 0 ആണ്. ഓക്കെ, എന്തായാലും ഇവിടെ സൾഫർ നമുക്കറിയാം ഇവിടെ -2 ആണെന്നും ഇവിടെ +4 ആണെന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഏതെങ്കിലും നമ്പർ ആയിക്കോട്ടെ, എന്തായാലും സൾഫർ ഇവിടെ നമ്പർ ഉണ്ടാവുമല്ലോ. ആ നമ്പർ ഉള്ള ഒരാള് ഫ്രീ സ്റ്റേറ്റിൽ 0 ആകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുകിൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കുന്നുണ്ടാവുമല്ലോ. കാരണം എന്തേ, ഈ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തു. നമുക്ക് കിട്ടുന്നത് ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്യാത്ത റിയാക്ഷൻ ഏത് എന്നാണ്. അവിടെ മാത്രമേ അത് റിഡോക്സ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നോക്കിക്കോ നിങ്ങൾ, ഓക്സിജൻ നമുക്കറിയാം 0 ആണ്. ഓക്കെ, 0 ആണ്. അയാൾ ബേരിയം പെറോക്സൈഡ് ആയി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പെറോക്സൈഡ് ആണ്. പെറോക്സൈഡിൽ ഓക്സിജന്റെ എത്ര ആയിരിക്കും, -1. അവിടെയും കണ്ടോ നമ്പർ എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു അല്ലെ. ഇവിടെ -2 ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ബേരിയം ഓക്സൈഡ് ആണിത്, ഇത് ബേരിയം പെറോക്സൈഡ് ആണ്. അപ്പൊ ബേരിയം +2 ഓക്സിജൻ -2, കാരണം ടോട്ടൽ എത്ര കിട്ടണം, 0 കിട്ടണം. ഓക്കെ, അപ്പൊ ഈ രൂപത്തിലാണ് എന്ത് വരുന്നത്. എന്തായാലും ഇവിടെ നമ്പർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഓരോന്നും എടുത്തു നോക്കണ്ട, നമ്പർ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്യുന്നുവെങ്കിൽ അതും റിഡോക്സ് ആണ്. അപ്പൊ ഇയാളും എന്താവൂല, ആൻസർ ആയിട്ട് വരൂല. ഇനി ഇവിടെ നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇതും ബേരിയം പെറോക്സൈഡ് ആണ്, -1. ബേരിയം ആണെങ്കിലോ +2. ഇനി ഹൈഡ്രജൻ +1, സൾഫേറ്റ് -2, സൾഫേറ്റ് -2, ബേരിയം +2, ഹൈഡ്രജൻ +1, ഓക്സിജൻ -2. സോറി, -2 അല്ല, -1. ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലേ, -1. ഓക്കെ, ഇതിൽ ആരെങ്കിലും ചേഞ്ച് ചെയ്തോ നോക്കിയേ. ഇതിൽ ഏതെങ്കിലും ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ ചേഞ്ച് ചെയ്തോ? നോ. മാത്രമല്ല അല്ലേ, ഇതെന്താണ്, ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ല. കാരണം എന്താ, ഇതിൽ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട് അല്ലെ. ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് വരുന്നു, ഈ ബേരിയം ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ബേരിയം സൾഫേറ്റ് ഉണ്ടായി, ഇയാൾ ഇങ്ങോട്ട് വന്നാൽ H2O2 ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് പറയും. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്തല്ല, റിഡോക്സ് അല്ല. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുക. ഇനി ബാക്കിയുള്ള ചെക്ക് ചെയ്യണോ, വേണ്ട, ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ എന്ത് ചെയ്യണ്ട, നമ്മളിവിടെ പ്രാക്ടീസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഒരുപാട് ടോപ്പിക്സിലുണ്ട്. അത് നമ്മളൊന്ന് ചെയ്ത് നോക്കണം. റെഡി? ഓക്കെ, സോ മക്കളെ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. എ ബ്രൗൺ ആൻഡ് ബ്രൈറ്റ് എലമെന്റ് X when heated in presence of air turns into a black substance Y. അപ്പൊ X ഹീറ്റ് ചെയ്തപ്പോൾ Y ആയി. If hydrogen gas is passed over the heating material again X is obtained. എങ്കിൽ X and Y, എങ്കിൽ X and Y ആരാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കെമിക്കൽ റിയാക്ഷനിൽ തന്നെ ഉള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു. ആക്ച്വലി ആരാണ് വരിക, നമ്മൾ കോപ്പറിനെ എന്ത് ചെയ്തു, ജസ്റ്റ് ഹീറ്റ് ചെയ്തു. ഓക്കെ, കോപ്പറിനെ, ദിസ് ഇസ് കോപ്പർ അല്ലെ, ഒരു ഗ്രേ കളർ ആയിരിക്കും ഉണ്ടാവുക. അയാൾ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം കോപ്പർ ഓക്സൈഡ് ആയിട്ട് മാറും, വിച്ച് ഈസ് ഇൻ ബ്ലാക്ക് കളേർഡ് സബ്സ്റ്റൻസ്. ഈ കോപ്പർ ഓക്സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹൈഡ്രജൻ ബലൂൺ വെച്ചിട്ട് ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്തു എന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ കോപ്പർ ഓക്സൈഡിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആരെന്നായിട്ട് മാറും, പഴയ കോപ്പറിൻ്റെ ആയിട്ട് മാറും. കോപ്പർ +H2O എന്നായിട്ട് മാറും. ഓക്കെ, സോ ആൻസർ ആയിരിക്കും വരിക, ഈ പറഞ്ഞ ആള് കോപ്പർ ആണ്, അവിടെ കോപ്പർ ഓക്സൈഡ് ആണ് വരിക. സോ എക്സ് കോപ്പർ ആയിരുന്നു, വൈ കോപ്പർ ഓക്സൈഡ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമ്മളെ ഇങ്ങനെ എക്സും വൈ ഒക്കെ തരുമ്പോൾ ഇത് എവിടുന്നുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വിചാരിക്കേണ്ട, നമ്മുടെ സ്കൂളിലൊക്കെ ഓൾറെഡി പഠിച്ച റിയാക്ഷൻസ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇത് റിയാക്ഷൻ എക്സ് lead nitrate gives Y lead oxide and Z NO2 nitrogen dioxide and oxygen. എങ്കിൽ XYZ ആരാണെന്നുള്ളതാണ്. അപ്പോൾ കണ്ടെത്താൻ മനസ്സിലാക്കാം. റിയാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, യെസ്, ബാലൻസ് ചെയ്യണം. ഓക്കെ, ബാലൻസ് ചെയ്യണം. ബാലൻസ് എങ്ങനെ നമ്മൾ ചെയ്യുക, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്, ഇത് നമ്മൾ കണ്ടെത്തണമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരും, നോക്കാം. നമുക്ക് ഈ പറഞ്ഞ ലെഡ് 1 ആണ്, ഇവിടെയും 1 ആണ്. ബട്ട് ഓക്സിജൻ എത്ര ഉണ്ട്, 6 ഉണ്ട് അല്ലെ. ഇവിടെ ആണെങ്കിലോ
2 4 5 ആണുള്ളത്. ഓക്കെ, ഒരു ഓഡ് നമ്പർ ആണുള്ളത്. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞ ആൾ 2 അല്ലേ, ഇതും 2 ആണ്. മാത്രമല്ല ഇവിടെ നമ്പർ ഒന്നും ആഡ് ചെയ്യാനും പറ്റൂല, ഓൾറെഡി കൊടുത്തിട്ടില്ല. സോ ഇയാൾ നമുക്ക് എന്താക്കണം? ഒരു ഈവൻ നമ്പർ ആക്കണം. ഇത് ഈവൻ നമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഇയാൾ എന്തായിരിക്കണം? ഈ പറഞ്ഞ രൂപത്തിൽ അല്ലേ, ഇവിടെ ഒരു 2 കൊടുക്കാം നമുക്ക് ആദ്യം. ഓക്കെ, ഇത് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 PB കിട്ടി, 2 ഓക്സിജൻ കിട്ടി. ഓക്കെ, ഇവിടെ 2 കൊടുത്താൽ സ്വാഭാവികമായിട്ടും ഇവിടെ 2 കൊടുക്കേണ്ടി വരും അല്ലേ. സ്വാഭാവികമായിട്ട് എന്ത് വന്നു? 2 PB. ഓക്കെ, ഈ NO3 എന്നുള്ളത് ട്വൈസ് ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി 2 നൈട്രജൻ ഉണ്ട്, 2 നൈട്രജൻ. അതിനാണ് നമ്മൾ അഗെയിൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ ടോട്ടൽ 4 നൈട്രജൻ. ഓക്കെ, ഇനി ഇവിടെ ടോട്ടൽ 6 ഓക്സിജൻ ഉണ്ട്. ആ 6 ഓക്സിജനെ നമ്മൾ 2 മോളിക്യൂൾ എടുക്കുമ്പോൾ 2 × 6 12 ഓക്സിജൻ ഉണ്ടാവും ടോട്ടൽ. റെഡി? ഇനി നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 2 ഓക്സിജൻ ആയിട്ടുള്ളൂ. ഓക്കെ, 2 കിട്ടി, 2 കിട്ടി. നമുക്കറിയാം ഇവിടെ 4 നൈട്രജൻ ഉണ്ട്. അപ്പോൾ എത്ര ആക്കണം? 4 എടുക്കേണ്ടി വരും അല്ലേ. സ്വാഭാവികമായിട്ടും നൈട്രജൻ 4 ആയി. 4 × 2 അവിടെ എന്ത് വന്നു? 8 ഓക്സിജൻ വന്നു. പ്ലസ് 2 ഓക്സിജൻ ഓൾറെഡി ഉണ്ട്. 2 ഓക്സിജൻ ഓൾറെഡി ഉണ്ട്. 2 8 2 ടോട്ടൽ എത്ര? 12 ഓക്സിജൻ. കണ്ടോ, സെയിം ആണ്. 4 നൈട്രജൻ സെയിം ആണ്. 2 PB സെയിം ആണ്. നമ്മൾ 2 2 4 ഓപ്ഷൻ യെസ് B ആയിരിക്കും കറക്റ്റ് വരിക. 2 2 4 ആണ് എന്ത് ചെയ്യുക വരിക. ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കെമിസ്ട്രി ഒന്നുമില്ല. ലെഫ്റ്റ് സൈഡിലുള്ള ആറ്റംസും റൈറ്റ് സൈഡിലുള്ള ആറ്റംസും എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അത് ഡിഫറെൻറ്റ് ടൈപ്പ് റിയാക്ഷൻസ് നമ്മൾ ചെയ്ത് നോക്കി എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നന്നാവുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവൺ റിയാക്ഷൻ അണ്ടർഗോസ് എ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? ഇതിൽ ആർക്കാണ് ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് സാധ്യതയുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും എല്ലാ റിയാക്ഷനിലും ഒരു ഹാലജനേറ്റാണ് റിയാക്ട് ചെയ്യുന്നത്. NaBr അയോഡിനുമായിട്ട്, NaCl ബ്രോമിനുമായിട്ട്, NaI സോഡിയം അയോഡൈഡ് ക്ലോറിനുമായിട്ട്, NaF ബ്രോമിനുമായിട്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ നോക്കിയാൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. എന്താ മക്കളെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ലോ റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റിനെ ഡിസ്പ്ലേസ് ചെയ്യണം. എടാ, അയോഡിൻ ഈ പറഞ്ഞ സോഡിയത്തിനെ ഡിസ്പ്ലേസ് ചെയ്യുമോ? സോഡിയം അല്ല, സോറി, ബ്രോമിനെ ഡിസ്പ്ലേസ് ചെയ്യുമോ? സോഡിയത്തെ ഡിസ്പ്ലേസ് ചെയ്യില്ലല്ലോ, ബ്രോമിനെ ഡിസ്പ്ലേസ് ചെയ്യോ? അപ്പോൾ അതേപോലെ ബ്രോമിൻ ക്ലോറിനെ ഡിസ്പ്ലേസ് ചെയ്യോ? ക്ലോറിൻ അയോഡിനെ ഡിസ്പ്ലേസ് ചെയ്യോ? ബ്രോമിൻ ഫ്ലൂറിനെ ഡിസ്പ്ലേസ് ചെയ്യോ? അത് ഡിസ്പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം? റിയാക്ടിവിറ്റി അറിയണം. അപ്പോൾ ഇവിടെ ഫുള്ള് ഹാലജൻസ് ആയതുകൊണ്ട് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ എന്നുള്ളതിൽ ഹാലജൻസിൻ്റെ റിയാക്ടിവിറ്റി എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്കറിയണം. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ ഹാലജൻസിൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ആർക്കായിരിക്കും? ഓഫ് കോഴ്സ് ഫ്ലൂറിൻ ആയിരിക്കും അല്ലേ. അതിനേക്കാളും കുറവാണ് ആർക്ക്? ഫ്ലൂറിൻ കഴിഞ്ഞാൽ പിന്നെ ക്ലോറിൻ, ദെൻ ബ്രോമിൻ, ദെൻ അയോഡിൻ. ഇതായിരിക്കും അതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡർ. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ടോപ്പ് ടു ബോട്ടം എന്താണ്? റിയാക്ടിവിറ്റി ഈ പറഞ്ഞ നോൺ മെറ്റൽസ് ആയതുകൊണ്ട് ഡിക്രീസ് ആണ്. മെറ്റൽസിൻ്റെ കേസിൽ ഇൻക്രീസ് ആയിരുന്നു. എന്നാൽ നോൺ മെറ്റൽസ് ആയതുകൊണ്ട് റിയാക്ടിവിറ്റി ടോപ്പ് ടു ബോട്ടം, ലെഫ്റ്റ് ടു റൈറ്റ് എന്താണ് അല്ലേ. നമുക്കറിയാം നോൺ മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി ഇൻക്രീസും ടോപ്പ് ടു ബോട്ടം ഡിക്രീസും ആണ്. ഓക്കെ, സോ ഇതായിരിക്കും അവിടെ വരിക. ഓക്കെ, ഇനി ശരി നോക്കിക്കേ, അയോഡിൻ വെരി ലോ റിയാക്റ്റീവ് ആണ്. അയാൾക്ക് ബ്രോമിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ക്ലോറിൻ റിയാക്ടിവിറ്റി കൂടുതലാണ്, അയാൾക്ക് അയോഡിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഇയാൾക്ക് അല്ലേ റിയാക്ടിവിറ്റി കൂടിയ ആൾക്ക് കുറഞ്ഞ ആളെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ B ആയിരിക്കും ആൻസർ വരിക. ബ്രോമിന് ക്ലോറിൻ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ബ്രോമിൻ ഓൾറെഡി കുറവാണ്, അതിനേക്കാളും കൂടുതലുണ്ട് ക്ലോറിൻ, നടക്കൂല. ബ്രോമിന് ഫ്ലൂറിന് പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ബ്രോമിൻ ഇവിടെയാണ്, ഫ്ലൂറിൻ ഹൈലി റിയാക്റ്റീവ് ആണ്, ഇത് നടക്കൂല. ഓക്കെ, എത്ര ഈസിയായിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചത്? ഓപ്ഷൻ B ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക അല്ലേ. ഓപ്ഷൻ B is the right one. Okay, zinc can displace silver, copper and iron from their salt solution because zinc is the most reactive than these three. Zinc is the least reactive than these three. Zinc does not occur in free state in nature. The melting point of zinc is very low. ഈ പറഞ്ഞ സിങ്ക് നമുക്കറിയാം ഒരു മെറ്റൽ അതർ മെറ്റാലിക് സൊല്യൂഷനുമായിട്ട്, എക്സാമ്പിൾ സിൽവർ നൈട്രേറ്റിലുള്ള സിൽവറിനെ, കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പറിനെ, അയേൺ സൾഫേറ്റ് FeS ഫെറസ് സൾഫേറ്റിലുള്ള അയേണിനെ, ഇതിനൊക്കെ സിങ്ക് ഡിസ്പ്ലേസ് ചെയ്യും
എന്തുകൊണ്ട് സിങ്ക് ഈസ് മോർ റിയാക്റ്റീവ് അല്ലെ, റിയാക്ടിവിറ്റി സീരീസിൽ ഇവരെക്കാളും ഒക്കെ കൂടുതലാണ് ആർക്ക് സിങ്ക് എന്ന് പറയുന്നത്. സോ സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ് ദീസ് 3 എലമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ എ ആയിരിക്കും എന്ത് ചെയ്യുക ആൻസർ ആയിട്ട് വരിക. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്യാണ്. ന്യൂട്രലൈസേഷൻ ഒരു എൻഡോതെർമിക് ആണ്, ആണോ? ന്യൂട്രലൈസേഷൻ അല്ലെ, ഒരു ആസിഡും ബേസും കൂടി റിയാക്ട് ചെയ്താൽ ഹീറ്റ് എനർജി ലിബറേറ്റ് ആണോ അബ്സോർബിംഗ് ആണോ? ഹീറ്റ് ലിബറേറ്റ് ചെയ്യും. ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ എൻഡോ അല്ല മക്കളെ, എക്സോതെർമിക് ആണ്. സോ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇൻകറക്റ്റ് അല്ലേ ചോദിച്ചത്, അവിടെ എ ആയിരിക്കും. എന്നാലും നമുക്ക് ബാക്കി നോക്കാം. ദ ഡീകമ്പോസിഷൻ ഓഫ് വെജിറ്റബിൾ മാറ്റർ ഇൻ ടു കമ്പോസ്റ്റ് ഇസ് എക്സോതെർമിക്. അത് എക്സോതെർമിക് തന്നെയാണ് കേട്ടോ. ഡീകമ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഇൻ ആൻ എൻഡോതെർമിക് റിയാക്ഷൻ. അതറിയില്ല റിയാക്ഷൻ? കാൽഷ്യം കാർബണേറ്റ്, ലൈംസ്റ്റോണിനെ ഹീറ്റ് ചെയ്താൽ എന്ത് കിട്ടും? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അവിടെ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ്. സോ ഇറ്റ് ഈസ് എൻഡോ. ഓക്സിഡേഷൻ ഇസ് ദ ലോസ് ഓഫ് ഇലക്ട്രോൺ അല്ലെ. നമുക്കറിയാം ഓക്സിഡേഷന്റെ പല ടൈപ്പ് ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്സിഡേഷൻ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്, അതും അതിലെ കറക്റ്റ് ആയിട്ടുള്ള സംഗതിയാണ്. റെഡി? സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. lead nitrate PbNO3 twice ആണ്. on heating forms lead oxide, solid and nitrogen dioxide gas. What are the color of lead oxide and nitrogen dioxide? അപ്പോൾ ഇവിടെ കളർ വെച്ചുള്ള ഇക്വേഷൻ ആണ്. ഓക്കെ ശരി. PbNO3 നമുക്ക് ഇക്വേഷൻ ആദ്യം എഴുതി വെക്കാം. ലെഡ് നൈട്രേറ്റ് ഹീറ്റ് ചെയ്തപ്പോൾ ആരെ കിട്ടി? ലെഡ് ഓക്സൈഡ് കിട്ടി, PbO കിട്ടി, ആൻഡ് ഓൾസോ നൈട്രജൻ ഡയോക്സൈഡ് ഗ്യാസും കിട്ടി, NO2 കിട്ടി. ഓക്കെ, എങ്കിൽ ഈ പറഞ്ഞ പ്രോഡക്റ്റിൽ ഏതൊക്കെ ഗ്യാസ് ആണ് അല്ലെ? വാട്ട് ഈസ് ദ കളർ ഓഫ് ലെഡ് ഓക്സൈഡ് ആൻഡ് നൈട്രജൻ ഡയോക്സൈഡ്? സോ ദിസ് ഈസ് ദ റിയാക്ഷൻ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഈ റിയാക്ഷൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PbO ആൻഡ് NO2 ആണ് കിട്ടുക. ഈ രണ്ട് ആളുകൾക്കും കളർ ഉണ്ടടാ, രണ്ടുപേർക്കും കളർ ഉണ്ട്. ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആണ്. ആരാണ് വരുന്നുണ്ടാവുക എന്നറിയോ? ആരാ വരുന്നുണ്ടാവുക? ഈ പറഞ്ഞ യെല്ലോ ഉണ്ടാകും, ബ്രൗൺ ഉണ്ടാകും. നമ്മുടെ PbOക്ക് ലെഡ് ഓക്സൈഡിന് യെല്ലോ കളറും നൈട്രജൻ ഡയോക്സൈഡിന് ഒരു ഏത് കളറാ? ബ്രൗൺ കളറും ആയിരിക്കും ഉണ്ടാവുക. ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുക ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇങ്ങനത്തെ ചില റിയാക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് എന്ത് ചെയ്യണം, നമുക്കൊന്ന് ഫെമിലിയറൈസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ബിറ്റ്വീൻ അയൺ ഓക്സൈഡ് and a metal X is used for welding the rail track. Here X is, okay, നമുക്കറിയാം ഈ പറഞ്ഞ Fe2 Fe3 ഓക്സൈഡ് Fe3O2 അതാണ് ഫെറസ് ഓക്സൈഡ് അല്ല, ഇത് ഫെറിക് ഓക്സൈഡ് ആണ്. Fe2+ ആകുമ്പോഴാണ് ഫെറസ്, ഇത് ഫെറിക് ഓക്സൈഡ് ആണ്. ഇയാൾ എക്സുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞ അയേൺ അല്ലെ, അയേൺ മെറ്റലിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വെൽഡിങ് ക്രാക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അഥവാ ഇതിലുള്ള അയേണിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് എടുക്കുക നമ്മൾ അലുമിനിയം ഡസ്റ്റ് ആണ് എടുക്കുക, അലുമിനിയം മെറ്റൽ. കാരണം Feയേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ് ആർക്ക്? ഈ പറഞ്ഞ അലുമിനിയം. ഈ പറഞ്ഞ സോഡിയത്തിന് റിയാക്ടിവിറ്റി ഉണ്ട്, പക്ഷേ നോർമലി നമ്മൾ അലുമിനിയം ആണ് ഉപയോഗിക്കുക. ഈ അലുമിനിയം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലുമിനിയം അയേണിനെ എന്ത് ചെയ്യും? എക്സ്ട്രാക്ട് ചെയ്യുകയും അങ്ങനെ നമുക്ക് Fe+Al2O3 എന്നുള്ള റിയാക്ഷൻ നടക്കും. ഈ Fe എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ നല്ല മെൽറ്റഡ് ആയിട്ടുള്ള ഈ റെയിൽ ട്രാക്കിനൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യും? അവിടെ നമ്മൾ മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ടൈപ്പ് കെമിക്കൽ റിയാക്ഷനുകളും നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ട്. ഇവിടെ അലുമിനിയം ആണ് എന്ത് ചെയ്യാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. റെഡി? അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ എവിടെ വരും? നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ വരും. ഒരുപാട് റിയാക്ഷൻ, നമുക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ 1000 അല്ലെങ്കിൽ ലാക്ക് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. അതെല്ലാം കൂടി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അത്യാവശ്യമൊക്കെ ഇങ്ങനെയുള്ള പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ, റിയാക്ഷനുകൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് എഴുതി നോക്കണം. പല റിയാക്ഷനുകളും നമ്മൾ ആദ്യമായിട്ടായിരിക്കും എന്ത് ചെയ്യുക, നമുക്കൊരു ഐഡിയ ഉണ്ടാവുക. അങ്ങനെയുള്ള സ്പെഷ്യൽ റിയാക്ഷനുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് സ്പെഷ്യലായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഐഡിയ കിട്ടുക. തെറ്റിപ്പോകും, സ്വാഭാവികമാണ്. ബട്ട് അത് തിരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, റെഡിയാക്കി എടുക്കാനും കൂടി സാധിക്കണം. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്